പലപ്പോഴായിട്ട് പലതരം ജോയിൻറ്റ് കംപ്ലയിൻസും അതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറവാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ, ഡോക്ടർ ഡയറ്റ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വൈറ്റമിൻ ഡി നമുക്കറിയാം, ഇതൊരു ഫാറ്റ് സോളബിൾ വൈറ്റമിൻ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സണ്ണാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് നമുക്കറിയാം. സൺലൈറ്റ് കൂടെയാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നും കൂടെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് സിന്തസൈസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനടിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺ എക്സ്പോഷറൊക്കെ കുറവാണെങ്കിൽ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ട് കണ്ടുവരാറുള്ളത്. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മുടെ ബോഡി കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ജോയിൻറ്റ് പെയിനും അതുപോലെ തന്നെ മസിൽ ക്രാംസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു വരികയും ബോണൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സാഹചര്യമൊക്കെ കണ്ടുവരാറുണ്ട്. സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ബോൺ സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവേ കണ്ടുവരാറുണ്ട്. ഇത് ലോങ് ടേം ആയി വെക്കുമ്പോഴാണ് നമുക്ക് പല പല അസുഖങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒരുപോലെ എഫക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ചെറിയ കുട്ടികൾ മുതൽ ഏജ്ഡ് ആയ ആൾക്കാരെ വരെ ഒരുപോലെ എഫക്ട് ചെയ്യുന്നൊരു കണ്ടീഷനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല പല കംപ്ലയിൻസ് പറഞ്ഞ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്തും നമുക്ക് മരുന്നിൻ്റെ കൂടെ തന്നെ സൈഡ് വൈസ് ആയിട്ട് നമുക്ക് വൈറ്റമിൻ ഡിയും കൂടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇത് നമ്മുടെ ജനറൽ ബോഡി ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാൻ ഒരു കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്ത് അബ്സോർബ് ചെയ്യാൻ ബോണിലേക്കും മസിൽസിലേക്കും ഒക്കെ അതിൻ്റെ ആക്ടിവേഷന് വേണ്ടി അബ്സോർബ് ചെയ്യാനൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബോൺ മസിൽ റിലേറ്റഡ് കംപ്ലയിൻസ് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് കുട്ടികളിലാണെങ്കിലും ചെറിയ പ്രായത്തിലൊക്കെ നമുക്കിപ്പം പ്രഗ്നൻസി ടൈമിൽ തന്നെ നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീൻ്റെ ബ്രെയിൻ ഫംഗ്ഷനിങ്ങിനെ, ബ്രെയിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ, അതുപോലെ തന്നെ ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വൈറ്റമിൻ ഡിൻ്റെ ഒരു പ്രസൻസ് ആവശ്യമാണ്. അപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രഗ്നൻസി ടൈമിലൊക്കെ കണ്ടുവരുന്നതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇത് ഫർദർ കുട്ടിക്ക് ഓട്ടിസം പോലുള്ള അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടുള്ള തൈറോയിഡൈറ്റിസും അതുപോലെ തന്നെ ആർഎ പോലുള്ള കണ്ടീഷൻ, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കാനൊരു കാരണമാവുന്നുണ്ട്. അപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും നമ്മൾ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് വേണം അതിനെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ കണ്ടീഷൻസ്, അതായത് ബ്രസ്റ്റ് ക്യാൻസർ പോലെയോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡിൻ്റെ ഒരു പ്രസൻസ് ആവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് അലർജിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, പ്രധാനമായിട്ട് നമുക്ക് ഡ്രൈ സ്കിന്ന് പോലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ സീലിയാക് ഡിസീസസ്, അതായത് പ്രോട്ടീൻ ഇൻടോളറൻസ്, അതുപോലെ ലാക്ടോസ് ഇൻടോളറൻസ് പോലുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡിൻ്റെ ഒരു സപ്ലിമെൻറ്റേഷൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം കണ്ടീഷൻസിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡിൻ്റെ ഒരു ആബ്സെൻസ് പൊതുവേ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ റെസ്പിറേറ്ററി റിലേറ്റഡ് കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് ആസ്മ പോലെയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്നീസിങ് പോലെ വീസിങ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ റിക്കറൻ്റ് ആയിട്ട് വരുന്നൊരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ ഒന്ന് തന്നെയാണ് ഒബേസിറ്റി എന്ന് പറയുന്നൊരു സാഹചര്യം. ഇത്തരം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേറ്റഡ് ആയി വരുന്നൊരു സാഹചര്യം പൊതുവേ കണ്ടുവരാറുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഓർഗൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് ഉണ്ടാക്കും. പ്രധാനമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട്. ഫാറ്റ് ലിവർ കണ്ടീഷനിൽ നമുക്കറിയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫാറ്റ് ലിവർ ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ വൈറ്റമിൻ ഡി ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ ഫാറ്റ് ലിവറിൻ്റെ സിംറ്റംസ് ഒക്കെ പൊതുവേ കുറഞ്ഞു വരുന്നത് കണ്ടുവരാറുണ്ട്. ഫർദർ നമ്മളിത് ചികിത്സിക്കാതെ അല്ലെങ്കിൽ മാനേജ് ചെയ്യാതെ ഒരു ലോങ് ടേമിലേക്ക് വെക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ലിവർ സിറോസ് പോലുള്ള ഒരു ഇറിവേഴ്സിബിൾ കണ്ടീഷനൊക്കെ കണ്ടുവരുന്നത്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏർലി ആയിട്ട് തന്നെ നമ്മൾ വൈറ്റമിൻ ഡി പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒന്ന് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഹാർട്ടിൻ്റെ ഫംഗ്ഷനിങ്, അതായത് ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ വൈറ്റമിൻ ഡി ഒരുപാട് എസെൻഷ്യൽ ആയിട്ടൊരു കണ്ടന്റാണ്. നമുക്കറിയാം നമ്മുടെ കാപ്പിലറി ഡിസീസ്, അതായത് നമ്മൾ
നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസിനകത്തൊക്കെ ഉണ്ടാകുന്ന സ്മൂത്ത്നെസ്സും ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിനകത്ത് മുറിവുകൾ ഉണ്ടാക്കുക, അതുപോലെ അതിനകത്തുള്ള സെൽസിൻ്റെ ഗ്രോത്തിനെയും അതുപോലെ അതിൻ്റെ ഹെൽത്തിനൊക്കെ ഒരു കുറയ്ക്കാനൊക്കെ ഒരു സാഹചര്യം നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വഴി വരും. അപ്പോൾ ഈ മുറിവുകൾ ഉണ്ടാകുന്ന സാഹചര്യം, അതായത് ക്യാപ്പിലറീസിൽ ബ്ലഡ് വെസൽസിനകത്ത് മുറിവുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ സെൽസൊക്കെ അവിടെ പോയിട്ട് സെറ്റിൽ ആവുകയും അവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് ഫർദർ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആവാനൊരു ചാൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് ഹാർട്ട് ഹെൽത്തിന് ഒരുപാട് എസെൻഷ്യൽ ആണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമുക്ക് ബ്ലോക്കുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ ഹെൽത്തിനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ ഡി നമുക്ക് ആവശ്യമാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സ്കിന്നിനകത്ത് ഡ്രൈനെസ്സും അതുപോലെ പിഗ്മെൻറ്റേഷൻസ് കണ്ടുവരിക, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ നഷ്ടപ്പെടുക, അതുപോലെ ഹെയറിൻ്റെ ഹെൽത്തൊക്കെ കുറഞ്ഞു വരിക, ഹെയർ പെട്ടെന്ന് പൊട്ടിപ്പോവുക, തിന്നിങ് ആവുക, അതുപോലെ ഹെയർ ഫോൾ ഉണ്ടാവുക, റിക്കറൻ്റ് ആയിട്ട് നമുക്ക് ഡാൻഡ്രഫ്, സ്കെയിലിംഗ് ഒക്കെ വരിക സ്കാൽപ്പിൽ, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പൊതുവെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ജനറൽ ബോഡി ഇമ്മ്യൂണിറ്റി കുറയാന്നുള്ളത്. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുക, പെട്ടെന്ന് നമ്മൾ അസുഖങ്ങൾക്കൊക്കെ പ്രോൺ ആവുന്ന ഒരു കണ്ടീഷൻ കണ്ടുവരുന്നത് വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതൊക്കെ ഒരു ലോങ് ടേം ആയിരിക്കുന്ന സാഹചര്യം നമുക്കറിയാം, ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു സണ്ണാണ് ഇതിൻ്റെ മെയിൻ എക്സ്പോഷർ എന്ന് പറഞ്ഞു. സൺലൈറ്റ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും സൺ എക്സ്പോഷർ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്, ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രം. ഇനി സൺലൈറ്റ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു 10 തൊട്ട് 3 മണി വരെയുള്ള ഒരു സമയമായിരുന്നു പൊതുവേ നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടുന്നതെന്ന് പറഞ്ഞു തരാറുണ്ട്. എന്നാൽ ഇന്നത്തെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി വെച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് സൺ എക്സ്പോഷർ ഈ സമയത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് സൺബേൺ, സൺസ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് നമുക്ക് ബിഫോർ 10 ഉള്ള ഒരു നേരത്തുള്ള വെയിൽ നമുക്ക് കൊള്ളുന്നതും നല്ലതാണ്. അതായത് ഒരു 7 o'clock to 10 വരെയുള്ള വെയിൽ കൊള്ളുന്നതും നമുക്ക് കുറച്ചുകൂടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇനി ഇത് ഭക്ഷണത്തിലൂടെ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിൽക്ക് പ്രോഡക്ട്സിലൊക്കെ, അതായത് ഡയറി പ്രോഡക്ട്സിലൊക്കെ നമുക്കിത് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഗ്ഗ് കഴിക്കാം, എഗ്ഗ് യോക്ക് കഴിക്കാം, അതുപോലെ മീറ്റ് കഴിക്കാം, നട്ട്സൊക്കെ കഴിക്കുന്നത് നമുക്ക് വൈറ്റമിൻ ഡി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാം ഇതൊരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് അതുകൊണ്ട് തന്നെ അത് ഫാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റിൻ്റെ കൂടെ വേണം ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ട് നമുക്ക് ഗീ കഴിക്കാം, അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഗീ കഴിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ ഒന്ന് വിഴുങ്ങുന്നത് നല്ലതാണ്. അതും അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നതിൻ്റെ കൂടെ കഴിക്കാം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉച്ചഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. ആ സമയത്തായിരിക്കും നമ്മൾ കുറച്ചുകൂടെ കൊഴുപ്പുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഒന്നുകൂടെ ടെൻഡൻസി ഉള്ളത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എടുക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കിതിൻ്റെ അബ്സോർപ്ഷൻ കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഡോസേജും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് മാത്രം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം സിംറ്റംസും കണ്ടീഷൻസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.